ഞാൻ എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിട്ടുള്ള സന്തോഷേട്ടൻ്റെ അടുത്ത് അവിടെ ഉള്ളത്. ഇവിടെ കുറേ വർഷങ്ങളായിട്ട് എങ്ങനെയാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇൻക്യുബേറ്റർ ഉണ്ടാക്കുക എന്നുള്ളത് ഇവിടെ പരീക്ഷിച്ച് അതിലൊരുപാട് കാലം വിവിധങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തി ഏറ്റവും റിസൾട്ടുള്ള ഇൻക്യുബേറ്റർ ഉണ്ടാക്കി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിലേക്ക് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി അയച്ചു കൊടുത്ത് വളരെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന. ഇപ്പോൾ ഞാനിവിടെ വരുന്ന സമയത്ത് തന്നെ പലരും വാട്സപ്പിൽ മെസ്സേജ് അയക്കണമൊക്കെ ഞാൻ കണ്ടിരുന്നു. കാരണം വെക്കുന്നതിനകത്ത് 98%, 99% വരെ റിസൾട്ട് കിട്ടുന്ന തരത്തിലുള്ള ഇൻക്യുബേറ്റേഴ്സാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചില വീഡിയോസൊക്കെ ഇട്ടപ്പോൾ നമ്മുടെ ചില സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കമൻറ്റായിട്ടും അല്ലാതെ നേരിട്ട് മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഇൻക്യുബേറ്റർ എവിടെയാണ് കിട്ടുക, വിശ്വസ്തയോടുകൂടി ഇൻക്യുബേറ്റർ എവിടെയാണ് കിട്ടുക എന്ന് പലരും ചോദിച്ചിരുന്നു. അങ്ങനെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഏറ്റവും വിശ്വസിക്കാവുന്ന തരത്തിൽ നിങ്ങൾക്ക് ഇൻക്യുബേറ്റർ വാങ്ങാൻ ഞാൻ സന്തോഷേട്ടൻ്റെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എവിടേക്കാണ് നമ്മൾ അയക്കുന്നത്? ഞാനിപ്പോൾ ലക്ഷദ്വീപ് പോകുന്നുണ്ട്. ലക്ഷദ്വീപിലെ ഈ മറ്റേ 2-3 ദ്വീപിൽ പോട്ടെ, അഗത്തി, കവത്തി അങ്ങനെ ലീവൊക്കെ ഉണ്ട്. നമ്മൾ ഈ ഇൻക്യുബേറ്റർ അയക്കുന്ന ശേഷമാണ് നമുക്ക് ആ ദ്വീപിനെ കുറിച്ചൊക്കെ അറിയുന്നത്. നമ്മൾ ആ ഭാഗത്തേക്ക് ഇഷ്ടംപോലെ അയക്കാറുണ്ട്. അഗത്തി, കവത്തിയിലൊക്കെ കുറേ ദ്വീപുകളുണ്ട്. അവിടേക്കൊക്കെ ഞാൻ അയക്കാറുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് നമ്മൾ 2020 വരെ ഒരു കൊറിയർ നിർത്തുന്നുണ്ട്. അത് നമ്മൾ അവിടേക്ക് അയക്കും. അവർ നേരെ കപ്പലിൽ കൊണ്ടുപോകും. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ലോങ് കർണാടക, തമിഴ്നാട്, ചിക്കമംഗ്ലൂർ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇൻക്യുബേറ്റർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ട്രാവലിങ്ങിൻ്റെ സമയത്ത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കംപ്ലയിൻ്റ് എന്തെങ്കിലും വരാറുണ്ടോ? കേടുവരലെന്ന് ഉണ്ടാവാറുണ്ടോ? ലോങ് സ്ഥലത്ത് കൊടുക്കുന്ന ഐസ് ബോക്സാണ് കൊടുക്കുക. അതിൽ 85% റിസൾട്ട് കിട്ടുള്ളൂ. ഐസ് ബോക്സ് നമ്മളിവിടെ ഷീറ്റ് കട്ട് ചെയ്തുണ്ടാക്കുന്ന ഇൻക്യുബേറ്ററിനകത്ത് നമുക്ക് 95% റിസൾട്ട് കിട്ടും. അത് കാലിബ്രേഷൻ എന്ന് പറയുന്ന സംഭവം കട്ടായാൽ മാത്രം റിസൾട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ ലോങ്ങിൽ ഐസ് ബോക്സ് കൊടുക്കുക. അതായത് ഡാമേജ് ആവുന്ന ഐസ് ബോക്സ് കൊടുക്കുന്നത്. കേരളത്തിൽ എല്ലായിടയ്ക്കും നമുക്ക് കൊടുക്കുക. ഈ സാധാരണ നമ്മൾ ഇൻക്യുബേറ്റർ കൊടുക്കാറ് നല്ല റിസൾട്ടാണ്. ഒരു അതായത് ഒരു മുട്ടയ്ക്ക് നമ്മുടെ പോയിട്ടുള്ളൂ. 3 വെച്ച് ഒരു മുട്ടയ്ക്ക് നമ്മൾ കൊടുക്കും. അത്രയും നമുക്ക് അവരുടെ അഡ്രസ്സ് അടക്കം കൊടുക്കും. പല നമ്മുടെ സംസ്ഥാനമല്ല, കർണാടകത്തിൽ വാങ്ങുന്ന ആളുകൾ നമ്മൾ അഡ്രസ്സ് അടക്കം കൊടുത്ത് അവർക്ക് എൻക്വയറി ചെയ്ത ശേഷം നമ്മൾ കച്ചവടം നമ്മൾ ചെയ്യുകയാണ്. നമ്മുടെ എത്ര തരത്തിലുള്ള ഇൻക്യുബേറ്ററുകളാണ് ഉള്ളത്? 60 ഉണ്ട്, 100 ഉണ്ട്, 200. അതിന് വിലകളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്? 60 1600 ചാർജ്. നമ്മൾ കൊറിയർ അയക്കുന്നത് 150, 1750. പിന്നെ 100 ആകുമ്പോൾ 1700 വില. പിന്നെ കൊറിയർ അയക്കുമ്പോൾ 2000. പിന്നെ 200 മുട്ട വയ്ക്കുന്നത് നമ്മൾ കേരളത്തിൽ ഞാൻ മാത്രം കൊടുക്കുന്നുണ്ടാണ്. 2500 വിലയ്ക്ക് കൊടുക്കും. 200 കൊടുത്തിട്ട് 2500 കൊടുക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മളൊരു കാര്യം, ഞാൻ ഒന്നിൽ നിന്ന് തുടങ്ങിയ ആളാണ്. ഇപ്പോൾ ഒരു മോഡൽ നടന്നിരിക്കുന്നത് 4 പേര് പണിക്കാരുണ്ട് ഇവിടെ. നല്ല രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബിസിനസ്. അതായത് നമ്മളെ ഇൻക്യുബേറ്റർ 2500 നമ്മൾ കൊടുക്കുന്നത് വേറെ ആരും കൊടുക്കുന്നില്ല. നിങ്ങൾ ഏത് വെബ്സൈറ്റ് തപ്പി നോക്കിയാൽ ഇൻക്യുബേറ്റർ 200 മുട്ട ഇൻക്യുബേറ്റർ 2500 വേറെ എവിടെയും കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രയും നമ്മളിവിടെ മാനുവലായിട്ടുള്ള ഇൻക്യുബേറ്ററല്ലേ ചെയ്യുന്നത്? മാനുവലല്ലേ റിസൾട്ട് കിട്ടും. അല്ല, അതാണ് പലരും ഓട്ടോമാറ്റിക്കലി ഇൻക്യുബേറ്ററിനകത്ത് നമ്മൾ ട്രൈ വെച്ച് അങ്ങോട്ട് കൊണ്ട് പഠിക്കുക. അതിൻ്റെ എല്ലാ വശത്തും ചൂട് കിട്ടില്ല. ഈ വിരിയുന്ന കുഞ്ഞുങ്ങളുടെ കയ്യും കാലൊക്കെ ശേഷി കുറഞ്ഞ് സംഭവിക്കും. ഇതിപ്പോൾ ഈ സാധാരണ മാനുവലാകുമ്പോൾ എല്ലാ ഭാഗത്തും ചൂട് കിട്ടും. 2 നേരം 3 നേരം ചൂട് കിട്ടും. അത് വിരിയുന്ന കുഞ്ഞുങ്ങളുടെ കയ്യും കാലൊക്കെ നല്ല ആരോഗ്യത്തോടെ കിട്ടും. അതാണ് ഇതിൻ്റെ മെയിൻ കാരണം. നമ്മൾ മുട്ട തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു 5 വല്ലേക്ക് ഒരു 1/2 മിനിറ്റ് സമയം മതി. ഒരു കർഷകന് നമ്മൾ മുട്ട ഒരു 1/2 മിനിറ്റ് സമയം ഇല്ലെങ്കിൽ എന്ത് കർഷകനാണ് അല്ലേ? ഒരു 1/2 മിനിറ്റ് സമയം വേണ്ട. ഒരു മുട്ട ജോലി എന്തെങ്കിലും തൊഴിൽ ഒരു 1/2 മിനിറ്റ് ഇപ്പോൾ സമയം മാറ്റി വയ്ക്കണ്ടേ? മുട്ട വെച്ചാൽ അതിനെ പോയി ഓടിക്കഴില്ല. നമ്മൾ അതിൻ്റെ വളർച്ച ഓരോ ദിവസങ്ങൾ എടുക്കുന്നതോറും ആ മുട്ടയ്ക്ക് എടുത്ത് വെയിറ്റ് അറിയാം. അതാണ് അതിൻ്റെ വളർച്ച. നമ്മൾ ദിവസം അതിനകത്ത് പോയി അതിന് തൊട്ട് അതിൻ്റെ വളർച്ചയ്ക്ക് നോക്കി കഴിഞ്ഞാൽ അത് വിരിയുന്നതിൻ്റെ പ്രത്യേക സന്തോഷം പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ എത്ര വർഷമായിട്ടുണ്ടാകുമ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട്? 8 വർഷമായി. 8 വർഷമായിട്ട് ഇൻക്യുബേറ്റർ ചെയ്യുന്നുണ്ട്. നമുക്കൊരു മാസം നമ്മൾ എത്ര ഇൻക്യുബേറ്റർ എല്ലാം കൊടുക്കാറുണ്ട്? അങ്ങനെ കണക്കില്ല. ഒരു അതിന്ന് പോയിക്കൊണ്ടിരിക്കില്ല. നമ്മൾ കണക്ക് അങ്ങനെ നോക്കിയിട്ടില്ല. നമ്മളിങ്ങനെ ഓടിക്കൊണ്ട് നമ്മളെ ലൈസൻസ്, പഞ്ചായത്ത് ലൈസൻസും GSTയും എല്ലാം നമ്മൾ ബില്ലടക്കാൻ കൊടുക്കുന്നത്. GST ബില്ലുണ്ട്, പഞ്ചായത്ത് ലൈസൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സംരംഭം പഞ്ചായത്ത് സംരംഭം തുടങ്ങി വെച്ചോ, ഇവർക്ക് നമ്മൾ ബില്ലും കൂടെ കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം തൊഴിലിന് അപേക്ഷിക്കാം. സബ്സിഡി ലോണൊക്കെ കിട്ടും. സബ്സിഡിയോട് കൂടിയിട്ട് നമ്മളുടെ ഇൻക്യുബേറ്റർ വാങ്ങുന്ന ആളുകൾക്ക് സബ്സിഡിയോട് കൂടിയിട്ട് ഒരു ബില്ല് കൊടുത്താൽ മതി. പഞ്ചായത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സബ്സിഡി കിട്ടും. അതോട് കൂടിയിട്ട് ഈ പറയുന്ന ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഈ പല ആളുകളും ചെയ്ത് കുടുംബശ്രീകൾക്ക് എന്ത് ചെയ്യുമോ, ഇവർ 3-4 ഇൻക്യുബേറ്റർ കൂടെ വെച്ചാൽ ബില്ല് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ പഞ്ചായത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു വെള്ളം. ഈ ഇൻക്യുബേറ്ററിനകത്ത് വെള്ളം വയ്ക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. വെള്ളം വയ്ക്കുന്നത് കറക്റ്റ് ചെയ്ത് 1 ലിറ്റർ മിനറൽ വാട്ടർ ബോട്ടിൽ ഇതേപോലത്തെ ബോട്ടിൽ വെച്ചിട്ട് വട്ടം കൂടിക്കഴിഞ്ഞാൽ കുമ്പിടി ഈർപ്പം കൂടും. അപ്പോൾ കുഞ്ഞുങ്ങൾ അതിനും ചാവും. അപ്പോൾ നമ്മൾ വെള്ളം വയ്ക്കുന്നത് മെയിനായി ശ്രദ്ധിക്കണം. പിന്നെ മുട്ട ജസ്റ്റ് 5 വരി വയ്ക്കുക. ജസ്റ്റ് ഇങ്ങനെ നനച്ച് കൊടുക്കുക. ഒരു 1/2 മിനിറ്റ് പോലും വേണ്ട അത് മുട്ട ഇരിക്കുക കേട്ടോ.
സിമ്പിളാണ്. ഓക്കെ, നമ്മൾ മറ്റേ ഓട്ടോമാറ്റിക്കിനേക്കാളും നല്ലപോലെ റിസൾട്ട് കിട്ടും. നമുക്ക് ഈ മുട്ട പൂവിനുള്ള മുട്ടയും പൂവില്ലാത്ത മുട്ടയും അറിയാം. ഇതിൽ ഏകദേശം 8 ദിവസം 9 ദിവസമായിട്ട് ഇത് കാണിച്ചാട്ടാ. 10 ദിവസം അല്ലേ? ഇത് കാണിച്ചാൽ റിസൾട്ട് ഞാൻ ഇടയ്ക്ക് നോക്കി കണ്ടോ. ഇടയ്ക്ക് കണ്ടോ, ഇത് ഹാർട്ട് ഫുള്ള് ചിറകൊക്കെ വന്നു കൊടുക്കുക. ഒരു മുട്ട കൊടുക്കുക, അനക്കം നോക്കുക. ഇവിടെ നോക്കിയാൽ ഫുള്ള് ബ്ലാക്ക് ആണ്ട. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഫുൾ വളർച്ചയെത്തി കുട്ടികൾ. അപ്പോൾ ഇത് മെയിനായിട്ട് പൂവൻ ക്രോസിങ് ആയ മുട്ട കേട്ടോ. അയച്ചുവിട്ട് വന്ന കോഴിയാണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ട് കിട്ടും. അപ്പോൾ സന്തോഷേട്ടാ നമ്മുടെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു. സ്ഥലം വന്നിട്ട് പാലക്കാട് വടക്കഞ്ചേരി കണ്ണമ്പ്ര കാരപ്പറ്റ. ഫോൺ നമ്പർ ഒന്ന് പറയുമോ? ഫോൺ നമ്പർ 90 74 16 97 0. ഫോൺ നമ്പർ പിന്നെ അടിയിൽ കമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഇൻക്യുബേറ്റർ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ തന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക്